ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഞാൻ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേഗം മെൽറ്റ് ആവാനായി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെൽറ്റായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മെൽറ്റ് ആയതിനു ശേഷം നല്ല ബ്രൗൺ കളറായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഈത്തപ്പഴം കുരുമാറ്റിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ചായി വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച 1 കപ്പ് പഞ്ചസാരയിലേക്ക് നമുക്ക് 2 കറുവപ്പട്ടയും 2 ഗ്രാമ്പൂ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മിക്സ് എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദപ്പൊടി എടുത്ത് വെക്കാം. അതിന് മുന്നേ തന്നെ ഇത് അരിക്കാനായിട്ടുള്ള ഒരു തരിപ്പ് ഇതിന് മുകളിലേക്ക് വെച്ച് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു വിസ്ക് എടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചും മിക്സ് ചെയ്യുന്നതാണ്. നന്നായി മാവും മൈദയും ഒന്നായി ഇതാകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈത്തപ്പഴത്തിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യേണ്ടി വരും. കുറച്ചധികം തന്നെ ആ കളർ ഇതാകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1 kg ഇത് വരുന്ന ഒരു ടിന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഒഴിക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡെക്കറേഷൻ പോലെ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓവനിലേക്ക് ഇതൊന്ന് കയറ്റാവുന്നതാണ്. ഓവനിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിലും ചെയ്യാവുന്നതാണ്. നമുക്ക് ഓവൻ്റെ ഡീറ്റെയിൽ മെഷർമെൻറ്റ് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കണ്ടാൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.